Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ എറേഴ്സ് എന്ന് പറയുന്ന നാലാമത്തെ, അതായത് മൂന്നാമത്തെ ബ്ലോക്കിൽ വരുന്ന നാലാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഡിസ്കവറും അതുപോലെ തന്നെ ഇൻവെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് രണ്ടും നമുക്കറിയാം. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, കണ്ടെത്തുക, അതുപോലെ തന്നെ ഇൻവെന്റ് എന്ന് പറഞ്ഞാലും. എന്നാൽ ഇതിൽ എപ്പോഴാണ് ഡിസ്കവർ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇൻവെന്റ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ദ ടെലഫോൺ വാസ് ഡിസ്കവേർഡ് ബൈ ഗ്രഹാം ബെൽ. ഒരു സെന്റൻസ് ആണ്. ഈ സെന്റൻസ് ഇൻകറക്റ്റ് ആണ്. ഇതിനിവിടെ എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടത്? ഡിസ്കവേർഡ് മാറ്റിയിട്ട് പകരം ഏത് കൊടുക്കണം? ഇൻവെന്റ് കൊടുക്കണം. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വരിക? ദ ടെലിവിഷൻ വാസ് ഇൻവെന്റഡ് ബൈ ഗ്രഹാം ബെൽ. നോക്കൂ, എന്താണ് ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം? ഇൻവെന്റും ഡിസ്കവേർഡും തമ്മിലുള്ള വ്യത്യാസം. ടു ഇൻവെന്റ് മീൻസ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. അതായത് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നാണ് ഇൻവെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അതായത് നിലവിലില്ലാത്തൊരു വസ്തു, ഇല്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഇല്ലാത്തൊരു വസ്തു കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയതായിട്ട്, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയതായിട്ടൊന്ന് നിർമ്മിക്കാം. എന്നാൽ ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി എക്സിസ്റ്റഡ്. അതായത് നിലവിലുള്ള ഒരു വസ്തു കണ്ടെത്താം. നിലവിലുള്ളത്, ചിലപ്പോൾ അത് കാണാതായതേക്കാരം. അപ്പൊ നിലവിലുള്ള ഒരു വസ്തു, ബട്ട് റിമൈൻഡ് അൺനോൺ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ വസ്തുവിനെ കുറിച്ച് ഇതുവരെ അറിയില്ലായിരുന്നു, ആ വസ്തു എവിടെയെന്ന് അറിയില്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു എന്തോ ആയിക്കോട്ടെ, അത് നിലവിൽ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് കുറച്ച് ദിവസമായിട്ട് അത് കാണാനില്ല. അങ്ങനത്തെ ഒരു വസ്തു കണ്ടെത്തുക, അതാണ് ഡിസ്കവർ. എന്നാൽ നിലവിൽ തീരെ ഇല്ലാത്തൊരു വസ്തു പുതിയതായിട്ട് കണ്ടെത്തുക, അതാണ് ഇൻവെന്റ്. ഇനി അടുത്തത് മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രമും ആണ്. നോക്കൂ, ഷീ ഗിഫ്റ്റഡ് മീ എ നെക്ലേസ് മെയ്ഡ് ഫ്രം സിൽവർ എന്ന ഇത് തെറ്റാണ്. മെയ്ഡ് ഫ്രം സിൽവർ എന്നല്ല പറയാ. ഷീ ഗിഫ്റ്റഡ് മീ എ നെക്ലേസ് മെയ്ഡ് ഓഫ് സിൽവർ. മെയ്ഡ് ഓഫ് സിൽവർ. അപ്പൊ നമ്മൾ ഇവിടുത്തെ വിഷയം എന്താ? എപ്പോഴാണ് മെയ്ഡ് ഓഫ്, എപ്പോഴാണ് മെയ്ഡ് ഫ്രം, അതാണ് നമ്മുടെ വിഷയം. ഇനി നോക്കൂ, ഒരു എക്സാമ്പിളും കൂടി ഉണ്ടാകില്ലേ? ദ പേപ്പർ ഈസ് മെയ്ഡ് ഓഫ് ട്രീസ്. അത് മിസ്റ്റേക്കാണ്. അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ്. നോക്കൂ, ഇനി എപ്പോഴാണ് മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രമും? ഇനി അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്നും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ സെന്റൻസ് ഷീ ഗിഫ്റ്റഡ് മീ എ നെക്ലേസ് മെയ്ഡ് ഓഫ് സിൽവർ. മെയ്ഡ് ഓഫ് സിൽവർ. അതായത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഫ്രം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. when a substance is undergoes a complete transformation from its original form made from is used. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ നിന്നും ഉണ്ടാക്കുന്നു. അപ്പൊ ആ വസ്തു നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടിയ വസ്തു പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ മാറുകയാണെങ്കിൽ മെയ്ഡ് ഫ്രം ആണ്. എക്സാമ്പിള്, ദ പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ്. മരങ്ങളിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പത്രം. ദ പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ്. അത് പത്രം കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ? ഇല്ലല്ലോ. അപ്പോൾ പത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവിൽ നിന്നും ആ ഒരു ഉൽപ്പന്നം പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ വരുമ്പോൾ മെയ്ഡ് ഫ്രം. എന്നാൽ if the material has not undergone for a major change, എന്നാൽ ആ വസ്തുവിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഏതുപോലെ? she gifted me a necklace made of silver. സിൽവർ കൊണ്ടുണ്ടാക്കിയ നെക്ലേസ്. നമുക്ക് സിൽവർ കൊണ്ടുണ്ടാക്കിയ നെക്ലേസ് ഒരു
സിൽവറിനെ നെക്ലേസ് ആക്കി മാറ്റിയെങ്കിലും സിൽവർ തന്നെയല്ലേ. അതായത് മരത്തെ പേപ്പറാക്കി മാറ്റിയപ്പോൾ പിന്നെ അത് മരമല്ല. മരം എന്ന് പറയുന്ന സംഭവം അതിലില്ല, മൊത്തം മാറി. എന്നാൽ സിൽവറിൽ നിന്നും നെക്ലേസ്, അത് നെക്ലേസ് ആണെങ്കിലും അതെന്തന്നെയാണ്, സിൽവർ തന്നെയാണ്. സിൽവറിന് വലിയ മാറ്റം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കും. നോക്കൂ, അടുത്തത് ഡ്രൗണും സിങ്കുമാണ്. ഡ്രൗണും സിങ്കും. ദ ഓൾഡ് മാൻ വാസ് സങ്ക് ഇൻ ദിസ് റിവർ. ഇത് തെറ്റാണ്. അതായത് ഇവിടെ ഡ്രൗൺ എന്ന് പറഞ്ഞാലും സിങ്ക് എന്ന് പറഞ്ഞാലും വെള്ളത്തിൽ താവുക എന്നുള്ളതാണ്. എന്നാൽ ദ ഓൾഡ് മാൻ വാസ് ഡ്രൗൺഡ് ഇൻ ദിസ് റിവർ, അതാണ് കറക്റ്റ്. ഇനി ദേ സോ എ ഷിപ്പ് ഡ്രൗണിങ് ഇൻ ദ സീ, മിസ്റ്റേക്ക് ആണ്, ഇൻകറക്റ്റ് ആണ്. കറക്റ്റ് എങ്ങനെ? ദേ സോ എ ഷിപ്പ് സിങ്കിങ് ഇൻ ദ സീ. ഇത് നമുക്ക് എപ്പോഴാണ് സിങ്ക് ഉപയോഗിക്കുക, എപ്പോഴാണ് ഡ്രൗൺ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഈ ഡ്രൗൺ എന്ന വാക്കിന്റെ അർത്ഥം, ഡ്രൗൺ, ടു ഡ്രൗൺ മീൻസ് ടു ഡൈ ഓർ സഫോക്കേറ്റ് ബൈ ബീയിങ് അണ്ടർ വാട്ടർ ഫോർ എ ലോങ് ടൈം. അതായത് വെള്ളത്തിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടുക അല്ലെങ്കിൽ മരിക്കുക. ഇതാണ് ഡ്രൗണ്. കണ്ടോ, മീൻസ് ടു ഡൈ ഓർ സഫോക്കേറ്റ് ബൈ ബീയിങ് അണ്ടർ വാട്ടർ ഫോർ എ ലോങ് ടൈം. അതായത് ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുക, അതാണ് ഡ്രൗണ്. എന്ന സിങ്ക് എന്ന് പറഞ്ഞാലോ, ടു സിങ്ക് മീൻസ് ടു ഗോ ബിലോ വാട്ടർ സർഫസ്. അതായത് വെള്ളത്തിന്റെ മുകൾ ഭാഗമല്ലേ, ആ മുകൾ ഭാഗത്തുനിന്ന് താഴത്തേക്ക് പോവാം, വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാ എന്നാണ് സിങ്ക്. ജസ്റ്റ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് ആ വസ്തുവിനെ വെള്ളത്തിന്റെ അടിയിക്കൊന്ന് താത്തുക, അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കുക എന്നാണ് എന്ത്, സിങ്ക് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡ്രൗണ് എന്ന് പറഞ്ഞാൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുക എന്നാണ് ഡ്രൗണ് എന്ന് പറഞ്ഞാൽ. ഇനി ഫ്ലോണും ഫ്ലോവ്ഡും ആണ്. ഫ്ലോണ്, ഫ്ലോവ്ഡ്. നോക്കൂ, ഓൾ ദ ബേർഡ്സ് ഹാഡ് ഫ്ലോവ്ഡ് എവേ ഫ്രം ദ ഫീൽഡ്. ഇത് മിസ്റ്റേക്ക് ആണ്. എന്താ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്? ഓൾ ദ ബേർഡ്സ് ഹാഡ് ഫ്ലോൺ അവേ ഫ്രം ദ ഫീൽഡ്. അതായത് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോൺ എന്നുള്ളതും ഫ്ലോവ്ഡ് എന്നുള്ളതും രണ്ടും വ്യത്യസ്ത അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ്. അതായത് ഫ്ലോൺ എന്നുള്ളത് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്ലൈ. ഫ്ലൈ എന്ന വെർബില്ലേ, അതിന്റെ മൂന്നാമത്തെ രൂപമാണ് ഫ്ലോണ്. അതായത് ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, അതിന്റെ രണ്ടാമത്തെ രൂപമാണ് ഏത്, ഫ്ലൂ, പറന്നു. ഫ്ലോൺ, പറക്കപ്പെട്ടു. അപ്പൊ പറക്കുക എന്ന ഫ്ലൈ എന്ന് പറയുന്ന വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ഏത്, ഫ്ലോണ്. എന്നാൽ ഫ്ലോവ്ഡ് എന്നുള്ളത് ഫ്ലോ, ഒഴുകുക എന്ന വെർബ്. ഫ്ലോ, ഫ്ലോവ്ഡ്, ഫ്ലോവ്ഡ്. ഒഴുകുക എന്ന വെർബ്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകുക, ആ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ഇത്, ഫ്ലോവ്ഡ്. അപ്പോ പറക്കുക എന്ന അർത്ഥത്തില് ഫ്ലോവ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, ഒഴുകിയതിനെ അർത്ഥം വരുള്ളൂ. ഇനി അടുത്തത് എഗ്രി എന്നുള്ളതും ആസെപ്റ്റ് എന്നുള്ളതും. എഗ്രിയും ആസെപ്റ്റും, എഗ്രി എന്നുള്ളതും ആസെപ്റ്റും. അപ്പൊ നമുക്ക് മീനിങ് നോക്കാം. ദേ എഗ്രീഡ് അവർ ഗിഫ്റ്റ്. ഇത് മിസ്റ്റേക്ക് ആണ്. ഇത് കറക്റ്റ് ചെയ്യേണ്ടത് ദേ ആക്സെപ്റ്റഡ് അവർ ഗിഫ്റ്റ് എന്നാണ്. ഇനി ദേ ആക്സെപ്റ്റഡ് ടു കം വിത്ത് അസ്. ഇവിടെ വേണ്ടത് ആക്സെപ്റ്റഡ്, മിസ്റ്റേക്ക് ആണ്. ദേ എഗ്രീഡ് ടു കം വിത്ത് അസ്, എഗ്രീഡ് ആണ് വേണ്ടത്. അപ്പൊ എന്താ പ്രശ്നം? ഈ ആക്സെപ്റ്റ് മീൻസ് ടു റിസീവ് സംതിങ് ദാറ്റ് ഈസ് ഓഫേർഡ് ഓർ ഗിവൺ ടു യു. നിങ്ങൾക്ക് ഒരാൾ ഒരു വസ്തു തരുമ്പോൾ ആ വസ്തു സ്വീകരിക്കുക എന്നുള്ളതാണ് ആക്സെപ്റ്റ്. എന്നാൽ എഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എഗ്രി ടു മീൻസ് ടു ഡു എക്സാക്ട്ലി വാട്ട് സംബഡി ഹാസ് ആസ്ക്ഡ് യു ടു ഡു ഓർ ടു ബി ഇൻ എ ഹാർമണി ഓർ അക്കോർഡൻസ് ഇൻ ഒപ്പീനിയൻ. അതായത് ഒരു വ്യക്തി ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ
അയാൾ ആവശ്യപ്പെടുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തോട് യോജിക്കുക. ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കുക, അതിനെ അനുകൂലിക്കുക, സമ്മതിക്കുക. ഇതാണ് ഏത് എഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വസ്തു, സമ്മാനമോ എന്തോ ആയിക്കോട്ടെ, വസ്തു നമുക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കുക, അത് വാങ്ങുക, അതാണ് ആക്സെപ്റ്റ്. എന്നാൽ എഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് അതുപോലെ ചെയ്യാൻ സമ്മതിക്കുക. എങ്ങനെയാണോ പറയുന്നത് അത് അതുപോലെ ചെയ്യാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഹാർമണി, നമുക്കൊരു യോജിപ്പ്. ഇനി അടുത്തത്, ഐ വോണ്ട് ദാറ്റ് യു ഷുഡ് ബേക്ക് സം കുക്കീസ്. ഐ വോണ്ട് ദാറ്റ്, ഇത് ഇൻകറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ചെയ്യേണ്ടത് ഐ വോണ്ട് യു ടു ബേക്ക് സം കുക്കീസ്. അതായത് ഇവിടെ ദ ക്ലോസ് ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് വിത്ത് ദ വെർബ് വാണ്ട്. വാണ്ട് എന്ന വെർബിന്റെ കൂടെ എന്ത് ചെയ്യില്ല, ക്ലോസ് ഉപയോഗിക്കൂല. അതായത് ദാറ്റ് എന്നുള്ളത് ക്ലോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ദാറ്റ് ഉപയോഗിക്കില്ല. പകരം ദ വെർബ് വാണ്ട് ഈസ് അക്കംപനീഡ് വിത്ത് ടു ഇൻഫിനിറ്റീവ്. അതായത് വാണ്ടിന് ശേഷം വാണ്ട് ടു, പിന്നെ വെർബിന്റെ ഒന്നാമത്തെ രൂപം. ഏതുപോലെ ഐ വോണ്ട് യു ടു ബേക്ക്. ഒരിക്കലും ദാറ്റ് യു ഷുഡ് ബേക്ക് എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ആക്കൂല. വെർബ്, അതായത് വാണ്ട് എന്ന വെർബിന് ശേഷം, അല്ലെ ഇവിടെ വാണ്ടിന് ശേഷം ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് യു എന്നുള്ളത്. ഇനി ആ ഒബ്ജക്റ്റ് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് വാണ്ട് എന്ന വെർബിന് ശേഷം, ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇല്ലാതെയാണെങ്കിൽ അങ്ങനെ, ആ വെർബിന് ശേഷം നമ്മൾ 2+V1, അതാണ് ടു ഇൻഫിനിറ്റീവ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത്, ഷീ സജസ്റ്റഡ് ദം ടു വാച്ച് എ ഫിലിം. ഇവിടെ സജസ്റ്റഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു, ഇത് ഇൻകറക്റ്റ് ആണ്. അവിടെ ഷീ സജസ്റ്റഡ് ദം ടു വാച്ച്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ, ഷീ സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് വാച്ച് എ ഫിലിം. അപ്പോ എന്താണ് ഇവിടെ വിഷയം, ദ വെർബ് സജസ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് വിത്ത് ടു ഇൻഫിനിറ്റീവ്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, വാണ്ടിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണെങ്കിൽ സജസ്റ്റ് എന്ന വെർബിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കൂല. പിന്നെന്താ ഉപയോഗിക്കേണ്ടത്, ദാറ്റ് ക്ലോസ്. ദാറ്റ് ക്ലോസ് ആണ് സജസ്റ്റിന് ശേഷം ഉപയോഗിക്കേണ്ടത്. അടുത്തത്, വി എൻജോയ് ടു പ്ലേ ഫുട്ബോൾ. വി എൻജോയ് ടു പ്ലേ. ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ, വി എൻജോയ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ എന്താ മിസ്റ്റേക്ക്, ദ വെർബ് എൻജോയ് ഷുഡ് ബി ഫോളോവ്ഡ് ബൈ ആൻ ing ഫോം ഓഫ് വെർബ്, നോട്ട് ബൈ ടു ഇൻഫിനിറ്റീവ്. ഈ എൻജോയ് എന്ന വെർബില്ലേ, എൻജോയ് എന്ന വെർബിന് ശേഷം നമ്മൾ ing രൂപമാണ് ഉപയോഗിക്കേണ്ടത്, പ്ലേയിങ് ing രൂപം, അല്ലാതെ ടു ഇൻഫിനിറ്റീവ് അല്ല. ഏതാ ടു ഇൻഫിനിറ്റീവ്, ടു പ്ലേ, അതല്ല വേണ്ടത്. പകരം പ്ലേയിങ് എന്നുള്ള ing രൂപം, അതാണ് എൻജോയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത്. കേട്ടോ, വി എൻജോയ് പ്ലേയിങ്, വി എൻജോയ് മേക്കിംഗ്, വി എൻജോയ് ലിവിങ്. ഒരിക്കലും ടു അല്ല ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത്, ദേ മേക്ക് ഹെർ ടു ക്ലീൻ ദ ടേബിൾ. ഇത് മിസ്റ്റേക്കാ. കണ്ടോ, ദേ മെയ്ഡ് ഹെർ ടു ക്ലീൻ. ദേ മെയ്ഡ് ഹെർ ടു ക്ലീൻ ഇങ്ങനെയല്ല പറയേണ്ടത്. ഇതെങ്ങനെ പറയേണ്ടത്, ദേ മെയ്ഡ് ഹെർ ക്ലീൻ. ദേ മെയ്ഡ് ഹെർ ക്ലീൻ. അവര് അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു. ഇതില് ടു വേണ്ട, ദേ മെയ്ഡ് ഹെർ ടു ക്ലീൻ വേണ്ട. എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടത്, ദേ മെയ്ഡ് ഹെർ ക്ലീൻ. അപ്പൊ ഇവിടെ ടു ഇൻഫിനിറ്റീവ് വേണ്ട. എന്താ കറക്റ്റ്, ബെയർ ഇൻഫിനിറ്റീവ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ മെയ്ക്ക്. മെയ്ക്കിന്റെ V2 ആയ മെയ്ഡ്, അതിനുശേഷം ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ടു ഇല്ലാത്ത V1, അതിനാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അതായത് ജസ്റ്റ് V1 ഉപയോഗിച്ചാൽ മതി, 2+V1 വേണ്ട. അപ്പോ ഷീ മെയ്ഡ് ഹെർ ക്ലീൻ, അല്ലേ, ദേ മെയ്ഡ് ഹെർ ക്ലീൻ, അത്ര മതി. ഇനി
villagers. The villagers called him a wizard. The villagers called him a wizard. Mistake ആണ്, ഇൻകറക്റ്റ് ആണ്. എങ്ങനെ കറക്റ്റ് ചെയ്യാം? The villagers called him a wizard. അതായത് ആദ്യം പറഞ്ഞത് the villagers called him as a wizard. അപ്പൊ ആസ് വേണ്ട കേട്ടോ, ആസ്. അതായത് the verb call is not followed by as. കോൾ എന്ന വെർബിന് ശേഷം എന്ത് വരില്ല? ആസ് വരില്ല. ജസ്റ്റ് എന്താണെങ്കിൽ അത് നേരെ പറഞ്ഞാൽ മതി. ഏതുപോലെ the villagers called him a wizard. എന്തു വേണ്ട? called him as a wizard, അത് വേണ്ട. ഇനി അടുത്ത എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ അഡ്ജക്റ്റീവ്സിന്റെ കാര്യത്തിൽ. ഒന്ന്, യൂസ് ഓഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അഡ്ജക്റ്റീവിൽ പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്ന വരുന്ന മിസ്റ്റേക്ക് ആണ്. എവിടെയാ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്? നോക്കൂ, ഓഫ് മൈ 2 daughters, എൻ്റെ 2 മക്കളില് ഗീത ഈസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ്. ഗീത ഈസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ്. ദ മോസ്റ്റ് ബ്രില്യൻറ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ആണ്. അത് മിസ്റ്റേക്ക് ആണ്, ഇൻകറക്റ്റ് ആണ്. എന്താ കാരണം? ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക. ഓഫ് മൈ 2 daughters ഗീത ഈസ് മോർ ബ്രില്യൻറ്റ്, അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഇവിടെ എ കമ്പാരിറ്റീവ് ഡിഗ്രി ഈസ് യൂസ്ഡ് വെൻ 2 things or persons are compared. 2 വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല ഉപയോഗിക്കേണ്ടത്, കമ്പാരിറ്റീവ് ആണ്. കാരണം ഓഫ് മൈ 2 daughters, എൻ്റെ 2 മക്കളിൽ, അവിടെ 2 ആൾക്കാരല്ലേ, 2 പേഴ്സൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ ദ മോസ്റ്റ് ബ്രില്യൻറ്റ് അല്ല ഉപയോഗിക്കേണ്ടത്. പകരം ഗീത ഈസ് മോർ ബ്രില്യൻറ്റ്, കമ്പാരിറ്റീവ് പറയണം. അതാണ് മിസ്റ്റേക്ക്. ഇനി അടുത്തത് യൂസ് ഓഫ് ഡബിൾ കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ്. അടുത്ത മിസ്റ്റേക്ക്, ചില ആളുകൾ ഡബിൾ കമ്പാരിറ്റീവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡബിൾ സൂപ്പർലേറ്റീവ്. അതും ഉപയോഗിക്കണ്ട, സിംഗിൾ മതി. എക്സാമ്പിൾ നോക്കൂ, ഹി ഈസ് മോർ ടോളർ ദാൻ ഹിസ് ഫ്രണ്ട്. ഇൻകറക്റ്റാ. ഇവിടെ ഡബിൾ കമ്പാരിറ്റീവാ. ഏതാ ഡബിൾ കമ്പാരിറ്റീവ്? മോർ ടോളർ. അത് വേണ്ട. എങ്ങനെ കറക്റ്റ് ചെയ്യുക? ഹി ഈസ് ടോളർ ദാൻ ഹിസ് ഫ്രണ്ട്. അപ്പൊ ഡബിൾ കമ്പാരിറ്റീവ് വേണ്ട, ഓൺലി ടോളർ. മോർ ടോളർ വേണ്ട, ഓൺലി ടോളർ. അതുപോലെ തന്നെ അടുത്തത്, സച്ചിൻ ഈസ് സെലക്ടഡ് ആസ് ദ മോസ്റ്റ് ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ. കണ്ടോ, ആസ് ദ മോസ്റ്റ് ബെസ്റ്റ്, അത്രയൊന്നും വേണ്ട, അത് ഇൻകറക്റ്റാണ്. എങ്ങനെ കറക്റ്റ് ചെയ്യാം? സച്ചിൻ ഈസ് സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ. ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ. ആസ് ദ മോസ്റ്റ് ബെസ്റ്റ് എന്ന് വേണ്ട. കാരണം ബെസ്റ്റ് എന്നുള്ളത് തന്നെ എന്താണ്? ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. ഏതിൻ്റെ? ഗുഡിൻ്റെ അല്ലെ? ഗുഡ് എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. പിന്നെ അല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നത്? മോസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ മോസ്റ്റ് വേണ്ട, കാരണം ബെസ്റ്റ് ഉണ്ടല്ലോ. ഇനി അടുത്തത് യൂസ് ഓഫ് അതർ. അതർ എന്നുള്ളതിൻ്റെ ഉപയോഗം ചില ആളുകൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. നോക്കൂ, സീമ ഈസ് ക്ലെവറർ ദാൻ എനി ഗേൾ ഇൻ ഹെർ ക്ലാസ്. അവളുടെ ക്ലാസ്സിലെ ഏതൊരു കുട്ടിയേക്കാളും ബുദ്ധിമതിയാണ് സീമ. അവളുടെ ക്ലാസ്സിലെ ഏതൊരു കുട്ടി എന്ന് പറയുമ്പോൾ അതിൽ ആരും പെട്ടു? സീമയും പെട്ടു. അപ്പൊ ഈ സെന്റൻസ് മിസ്റ്റേക്ക് ആണ്. എന്താ കാരണം? ഈ സെന്റൻസിന് അർത്ഥം മലയാളത്തിൽ ഇങ്ങനെ വരും, സീമ സീമയേക്കാൾ ബുദ്ധിമതിയാണ് എന്ന് വരും. കണ്ടോ? സീമ ഈസ് ക്ലെവറർ ദാൻ എനി ഗേൾ. ഏതൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ പെൺകുട്ടിയായ സീമയും വരും. അപ്പൊ സീമ സീമയേക്കാൾ ബുദ്ധിമതിയാണെന്ന് വരും. അപ്പൊ അവിടെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? സീമ ഈസ് ക്ലെവറർ ദാൻ എനി അതർ ഗേൾ. മറ്റു ഏതൊരു പെൺകുട്ടി. മറ്റു പെൺകുട്ടി, അതർ, മറ്റു. അപ്പൊ അവിടെ സീമ വിടുന്നില്ല. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യാം. ഇനി നോ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് ക്ലവർ ആസ് സീമ. സീമയെ പോലെ ക്ലവറായ ഒരു പെൺകുട്ടി ക്ലാസ്സിലില്ല. അപ്പൊ പിന്നെ ക്ലാസ്സിൽ സീമയില്ലേ? അപ്പൊ അത് മിസ്റ്റേക്ക് ആയില്ലേ? അപ്പൊ ആ സെന്റൻസ് തെറ്റാണ്. എങ്ങനെ കറക്റ്റ് ചെയ്യാം? നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിൽ മറ്റൊരു പെൺകുട്ടി ഇല്ല സീമയെ കൂടാതെ. കണ്ടോ? നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് ക്ലവർ ആസ് സീമ. അപ്പൊ സീമയെ പോലെ
സീമയെപ്പോലെ ക്ലവറായ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി ഇല്ല എന്നല്ല പറയേണ്ടത്. നോ അതർ ഗേൾ. സീമയെപ്പോലെ ബുദ്ധിമതിയായ മറ്റൊരു പെൺകുട്ടി ഇല്ല, അങ്ങനെ പറയണം. നോക്കൂ, പിന്നെ അടുത്തതാണ് അതുപോലെ തന്നെ യൂസ് ഓഫ് ഓൾ ഇൻസ്റ്റഡ് ഓഫ് എനി. അപ്പൊ അടുത്തൊരു മിസ്റ്റേക്ക് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓളിന് പകരം എനി ഉപയോഗിക്കുക. യൂസ് ഓഫ് ഓൾ ഇൻസ്റ്റഡ് ഓഫ് എനി, അതായത് എനി എന്നുള്ളതിന് പകരം ഓൾ. യൂസ് ഓഫ് ഓൾ ഇൻസ്റ്റഡ് ഓഫ് എനി മാറി ഉപയോഗിക്കാം. ഓളിന് പകരം എനി, എനിക്ക് പകരം ഓൾ, ഇത് മാറി ഉപയോഗിക്കാം കേട്ടോ. യൂസ് ഓഫ് ഓൾ ഇൻസ്റ്റഡ് ഓഫ് എനി, എനിക്ക് പകരം കേട്ടോ. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ സെന്റൻസ്, സീമ ഈസ് ദ ക്ലവറസ്റ്റ് ഓഫ് എനി ഗേൾസ്. പറയില്ല എനി ഗേൾസ് ഇൻ ദ ക്ലാസ്, മിസ്റ്റേക്ക് ആണ്. എങ്ങനെ കറക്റ്റ് ചെയ്യാം? സീമ ഈസ് ദ ക്ലവറസ്റ്റ് ഓഫ് ഓൾ ദ ഗേൾസ്. എനി ഗേൾസ് പറയില്ല, ഓൾ ദ ഗേൾസ് ഇൻ ദ ക്ലാസ്, എനി ഗേൾന്നേ പറയുള്ളൂ. അപ്പൊ സീമ ഈസ് ദ ക്ലവറസ്റ്റ് ഓഫ് ഓൾ ദ ഗേൾസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളെക്കാളും ബുദ്ധിമതിയാണ് ആര്? സീമ. ഓൾ ദ ഗേൾസ് ഇൻ ദ ക്ലാസ്. ഇനി കമ്പാരറ്റീവ് ഡിഗ്രിയിൽ ദ കോസ്റ്റ് ഓഫ് ദ മാംഗോസ്, മാങ്ങകളുടെ വില ഈസ് ഹയർ ദാൻ ഓറഞ്ചസ്. ഇവിടെ എന്താ വിഷയം? ഇത് തെറ്റാണ്. അതായത് ദ കോസ്റ്റ് ഓഫ് ദി ഓറഞ്ചസ്, മാങ്ങകളുടെ വില ഈസ് ഹയർ ദാൻ ഓറഞ്ചസ്, ഓറഞ്ചസിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഓറഞ്ചസിനേക്കാൾ അല്ല കൂടുതൽ, ഓറഞ്ചിനേക്കാളും അല്ല മാങ്ങയുടെ വില കൂടുതൽ, ഓറഞ്ചിന്റെ വിലയേക്കാൾ, അങ്ങനെ വരണം. ഓറഞ്ചിനേക്കാൾ മാങ്ങയുടെ വില കൂടുതലാണെന്നല്ല പറയേണ്ടത്, ഓറഞ്ചിന്റെ വിലയേക്കാൾ. അപ്പൊ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ കോസ്റ്റ് ഓഫ് ദ മാംഗോസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓറഞ്ചസ്. ദാറ്റ് ഓഫ് ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചസിന്റെ അതിനേക്കാൾ ഉണ്ടോ, ഓറഞ്ചിന്റെ അതിനേക്കാൾ, അത് പറഞ്ഞാൽ വില. അപ്പൊ അവിടെ ദാറ്റ് ഓഫ് ചേർക്കണം. ദാറ്റ് ഓഫ് ഓറഞ്ചസ് എന്ന് പറഞ്ഞാല് ഓറഞ്ചിന്റെ അത് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിന്റെ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ വിലയേക്കാൾ മാങ്ങയുടെ വില കൂടുതലാണ്. ഇനി നോക്കൂ, ദ മൗണ്ടെയിൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ ഹയർ ദാൻ. സൗത്ത് ഇന്ത്യയിലെ പർവ്വതങ്ങൾ എന്താണ്? ഹയ്യർ ആണ്, ഉയരം കൂടിയതാണ്. ദാൻ ദി നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസ്, നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസിനേക്കാൾ. അപ്പൊ നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസിനേക്കാൾ നല്ല പറയേണ്ടത്, പകരം എന്ത് പറയണം? നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസിന്റെ ഉയരത്തിനേക്കാൾ, അങ്ങനെ തന്നെ പറയണം. അപ്പൊ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ മൗണ്ടെയിൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ ഹയർ ദാൻ ദോസ് ഓഫ് നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസ്. അപ്പൊ നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസിന്റെ ദോസ്, അതിന്റെ ഹൈറ്റിനേക്കാൾ, ആ ദോസോട് ഉദ്ദേശിച്ചത് എന്താണ്? ഹൈറ്റ്. അവയുടെ ഹൈറ്റിനേക്കാൾ എന്താണ് ഉണ്ടോ? ദ മൗണ്ടെയിൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ ഹയർ. സൗത്ത് ഇന്ത്യയിലെ മൗണ്ടെയിൻസ് ഹയർ ആണ് എന്തിനേക്കാൾ? ദാൻ ദോസ് ഓഫ് നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻസ്, നോർത്ത് ഇന്ത്യയിലെ മൗണ്ടെയിൻസിന്റെ ഹൈറ്റിനേക്കാൾ. ഇനി എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് ആഡ്വർബ്സ് ആണ്. ആഡ്വർബുകളുടെ ഉപയോഗത്തിൽ വരുന്ന ചില മിസ്റ്റേക്കുകൾ നോക്കൂ. ഇതിൽ ഒന്നാമത്തേത് വെരി എന്നുള്ളതും ടു എന്നുള്ളതുമാണ്. വെരി എന്നുള്ളതും ടു എന്നുള്ളതും. അപ്പൊ പ്രധാനമായിട്ടും ആഡ്വേർബ്സിന്റെ ഉപയോഗത്തിൽ വരുന്ന മിസ്റ്റേക്ക് എന്താ? എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് ആഡ്വേർബ്സ് ആർ പ്രൈമറിലി അസോസിയേറ്റഡ് വിത്ത് റോങ് യൂസ് ഓഫ് സെർട്ടൻ ആഡ്വേർബ്സ് ഓൾമോസ്റ്റ് ദ സെയിം മീനിങ്. അതായത് ഒരേ അർത്ഥം വരുന്ന ആഡ്വേർബുകൾ മാറി ഉപയോഗിക്കാം. അതാണ് ഏത്? വെരി എന്നുള്ളതും ടു എന്നുള്ളതും. ഇത് രണ്ടിനും നമ്മൾ അർത്ഥം പറയാറ് വളരെ എന്നാണ് അർത്ഥം പറയാറ്. പലപ്പോഴും നമ്മൾ ഇത് മാറി ഉപയോഗിക്കുന്നു. നോക്കൂ, ദ സാൻഡ് ഇൻ ദ ഡെസേർട്ട് ഈസ് ടു ഹോട്ട്. ദ സാൻഡ് ഇൻ ദ ഡെസേർട്ട് ഈസ് ടു ഹോട്ട്. അതായത് ഈ ഡെസേർട്ടിലെ സാൻഡ് വളരെ ഹോട്ടാണ്. ഇത് മിസ്റ്റേക്ക് ആണ്. ദ സാൻഡ് ഇൻ ദ ഡെസേർട്ട് ഈസ് വെരി ഹോട്ട്. ഇവിടെ വെരി ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ദ ടീ ഈസ് വെരി ഹോട്ട് ടു ഡ്രിങ്ക്. എന്നാൽ ഇവിടെ ദ ടീ ഈസ് ടു ഹോട്ട് ആണ് പറയേണ്ടത്.
എന്നാൽ ഡെസേർട്ട് പറഞ്ഞപ്പോൾ എന്താണ് വേണ്ടത്? ഡെസേർട്ട് പറഞ്ഞപ്പോൾ വേണ്ടത് വെരിയാണ്. എന്നാൽ ടീ പറഞ്ഞപ്പോൾ വേണ്ടത് ടു ആണ്. എന്താ ഇവിടെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ഇതാണ്. അതായത് വെരി വെരി മീൻസ് എക്സീഡിംഗ്ലി സജസ്റ്റിംഗ് എ ഹയർ ഡിഗ്രി ഓഫ് സംതിങ്. വെരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതൽ, ഒരുപാട് എന്നാണ് അർത്ഥം. ഒരുപാട് ഒരുപാട് എന്ന അർത്ഥത്തിലാണ് വെരി, ഒരുപാട്. എന്നാൽ ടു അങ്ങനെയല്ല. ടു സജസ്റ്റ് ദാറ്റ് സംതിങ് ഈസ് മോർ ദാൻ ഇനഫ്. ടു എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ വെരി എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഒരുപാട്. ടു പറഞ്ഞാൽ ആവശ്യത്തിൽ അധികമുണ്ട്. അവ ചായക്ക് ഒരു ചൂട് വേണം, ബട്ട് ടു ഹോട്ട് പറഞ്ഞാൽ ആ ചൂടിനേക്കാൾ കൂടുതലാണ്. അതാണ് ദാറ്റ് ഈസ് ടു ഹോട്ട്. ചായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൂടുള്ള സാധനമാണത്, പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ചൂട്. അപ്പൊ അതാണ്, അതായത് ആവശ്യത്തിൽ കൂടുതൽ എന്നുള്ളതാണ് ടു. എന്നാൽ ഒരുപാട് എന്നുള്ളതാണ് ഏത്? വെരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വെരി എന്നുള്ളതും മച്ച് എന്നുള്ളതും. വെരി എന്നുള്ളതും മച്ച് എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് അടുത്തത്. മൈ സൺ ഈസ് വെരി മച്ച് ഹാപ്പി. മൈ സൺ ഈസ് മച്ച് ഹാപ്പി. മൈ സൺ ഈസ് മച്ച് ഹാപ്പി മിസ്റ്റേക്ക് ആണ്. മൈ സൺ ഈസ് വെരി ഹാപ്പി എന്നാ പറയാം. വെരി ഹാപ്പി. മൈ സൺ ഈസ് മച്ച് ഹാപ്പി അല്ല, വെരി ഹാപ്പി. ഇനി ദ എലഫന്റ് ഈസ് വെരി സ്ട്രോങ്ങർ ദാൻ എ ലയൺ. അങ്ങനെയല്ല. ദ എലഫന്റ് ഈസ് മച്ച് സ്ട്രോങ്ങർ. അവ വെരി അല്ല, മച്ചാണ്. അപ്പൊ അടുത്ത പ്രശ്നമാണ് എവിടെയാണ് വെരി, എവിടെയാണ് മച്ച്. അപ്പൊ ഇവിടെ രണ്ട് എക്സാമ്പിളിലും വന്നിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് ഹാപ്പി എന്നുള്ളത്, അടുത്തടുത്ത് വന്നിരിക്കുന്നത് സ്ട്രോങ്ങർ എന്നുള്ളത്. അപ്പൊ ഈ ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവ് പോസിറ്റീവ് ആണ്, സ്ട്രോങ്ങർ എന്നുള്ളത് കമ്പാരിറ്റീവ് ആണ്. നമ്മൾ എന്താ നോക്കേണ്ടത്? വെരി ഈസ് ഓഫൺ പ്രിസീഡഡ് ബൈ അഡ്ജക്റ്റീവ് പോസിറ്റീവ് ഡിഗ്രി. അപ്പൊ പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിന്റെ മുന്നിലാണ് വെരി എന്നുള്ളത് ഉപയോഗിക്കുക. മച്ച് ഈസ് യൂസ്ഡ് ആസ് എ കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ മച്ച് എന്നുള്ളത് എവിടെ ഉപയോഗിക്കേണ്ടത്? കമ്പാരിറ്റീവ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അഡ്ജക്റ്റീവ് പോസിറ്റീവ് ആണോ വെരി കൊടുക്കുക, അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് ആണോ മച്ച് കൊടുക്കുക. അപ്പൊ ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് കേട്ടോ, അതാണ് ഇത് മച്ച്. ഇനി ബിഫോറും എഗോ എന്നുള്ളതും. ബിഫോർ ആൻഡ് എഗോ. ഗോപാൽ മെറ്റ് ഹിസ് ഫ്രണ്ട് ബിഫോർ 1 month. മിസ്റ്റേക്കാ. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഗോപാൽ മെറ്റ് ഹിസ് ഫ്രണ്ട് 1 month ago. 1 month ago. ഇനി നോക്കൂ, ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി എഗോ. മിസ്റ്റേക്ക് ആണ്. ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. ഇനി എന്താ മിസ്റ്റേക്ക്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണത്, ബോത്ത് എഗോ ആൻഡ് ബിഫോർ റെഫർ ടു പാസ്റ്റ് ടൈം. ബിഫോറും എഗോയും രണ്ടും പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ എഗോ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഇൻ ദ പാസ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. അതായത് എഗോ എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയം, ഇപ്പോഴത്തെ സമയമല്ലേ, ഇപ്പോഴത്തെ സമയത്തിൽ നിന്നും തൊട്ട് മുന്നത്തേത്. അതായത് നമ്മൾ ഈ സമയം മുതൽ കണ്ടോ, ഇപ്പോൾ ഇത് മുതൽ അങ്ങോട്ട് ബാക്കിലോട്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഗോപാൽ മെറ്റ് ഹിസ് ഫ്രണ്ട് 1 month ago. 1 month ago എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം മുതൽ 1 മാസം മുന്നേ, അതാണ് 1 month. പറയുന്ന സമയത്തിന്റെ പിന്നിക്കൊരു മാസം കേട്ടോ, അതാണ് 1 month എഗോ എന്ന് പറയുമ്പോൾ. എന്നാൽ ബിഫോർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഇൻ ദ പാസ്റ്റ് preceding the time of any specific event or action. അതായത് ഇനി ബിഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മുൻപ് നടന്നത്, പാസ്റ്റിലെ ഒരു സമയം. എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. preceding the time of any specific or event or action. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ മുൻപത്തെ,
അതായത് നമ്മൾ പറയുന്ന സമയമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു ഇവന്റോ ഒരു ആക്ഷൻ എന്താണെങ്കിലും അതിൻ്റെ മുൻപുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. മുൻപ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻപൊരു സമയത്ത്. ഇനി ഹാർഡ്, അതുപോലെ തന്നെ ഹാർഡ്ലി, ഹാർഡ് ആൻഡ് ഹാർഡ്ലി. നോക്കൂ, ഷീ വർക്ക്ഡ് ഹാർഡ്ലി ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ്. മിസ്റ്റേക്ക് ആണ് അത്. എങ്ങനെ പറയാം? നമുക്കറിയാം. എങ്ങനെ പറയാം? ഷീ വർക്ക് ഹാർഡ് ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ്. എന്താ വ്യത്യാസം ഹാർഡും ഹാർഡ്ലിയും തമ്മിലുള്ളത്? ഇനി നോക്കൂ, മറ്റൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. there is hardly any salt left. മിസ്റ്റേക്ക് ആണ്. there is hardly any salt left. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ഹാർഡ് മീൻസ് ടു ഡു സംതിങ് ഹെവിലി ഓർ സിവിയർലി. ഹാർഡ് എന്ന വാക്കിനർത്ഥം കഠിനമായിട്ട് ചെയ്യുക എന്നാണ്. എന്നാൽ ഹാർഡ്ലി എന്നുള്ളതോ യൂസ്ഡ് ആസ് ആൻ ആഡ്വേർബ് ടു മീൻസ് ഓൾമോസ്റ്റ് നോട്ട് അറ്റ് ആൾ. ഹാർഡ്ലി എന്നുള്ളത് ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ, ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് there is hardly any salt left എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇല്ല എന്ന അർത്ഥമാണ്, ഇല്ല എന്ന അർത്ഥമാണ്. അതാണ് ഹാർഡ്ലി. ഹാർഡ്ലി ഒരു സെമി നെഗറ്റീവ് ആണ്. എന്നാൽ ഹാർഡ് പറഞ്ഞാൽ കഠിനമായിട്ട് ചെയ്യുക, ഡു സിവിയർ ഓർ ഡു സംതിങ് ഹെവിലി ഓർ സിവിയർലി. സിവിയർ ആയിട്ട്, കഠിനമായിട്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുക, പ്രയത്നിക്കുക. ഇനി ഫെയർലിയും റാദറും, ഫെയർലി ആൻഡ് റാദർ. ദ കോമ്പറ്റീഷൻ വാസ് ഫെയർലി ഡിഫിക്കൽട്ട്. അത് മിസ്റ്റേക്ക് ആണ്, ഇൻകറക്റ്റ് ആണ്. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ കോമ്പറ്റീഷൻ വാസ് റാദർ ഡിഫിക്കൽട്ട്. എന്താ അവിടെ ഫെയർലി ഉപയോഗിച്ചുള്ള പ്രശ്നം? ഇതാണ് പ്രശ്നം. എന്താണ്? fairly is only used in a positive or affirmative sense. അതായത് പോസിറ്റീവായ ഒരു സെൻസിൽ മാത്രമേ ഏതുപയോഗിക്കുള്ളൂ? ഫെയർലി ഉപയോഗിക്കുള്ളൂ. റാദർ ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നമ്മൾ പറയുന്നത് പോസിറ്റീവ് സെൻസിലാണെങ്കിലും നെഗറ്റീവ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നെഗറ്റീവ് സെൻസിലാണ്, ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞത്, നെഗറ്റീവ് സെൻസിലാണ്. അപ്പൊ അത്തരം നെഗറ്റീവ് സെൻസിൽ പറയുമ്പോൾ ഏത് ഉപയോഗിക്കൂല? ഫെയർലി ഉപയോഗിക്കൂല. ഫെയർലി ഓൺലി ഇൻ പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് റാദർ ഉപയോഗിക്കാം. ഇനി ലേറ്റ്ലി, അതുപോലെ തന്നെ ലേറ്റ്. ഒരു എക്സാമ്പിൾ നോക്കൂ, ഹി ഓൾവേസ് കംസ് ഹോം ലേറ്റ്ലി. ഇത് തെറ്റാണ്. ഇതിന്റെ കറക്റ്റ് ഹി ഓൾവേസ് കം ഹോം ലേറ്റ് എന്നാണ്. എന്താ ഈ ലേറ്റ്ലിയും ലേറ്റും തമ്മിലുള്ള വ്യത്യാസം? ലേറ്റ്ലി മീൻസ് എന്താ ലേറ്റ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീസെന്റ്ലി എന്ന, അടുത്തിടെ. ഈ അടുത്തിടെ, നിലവിഞ്ഞാന്നോ അല്ലേ, അതാണ് ലേറ്റ്ലി. എന്നാൽ ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഓഫ് ഏർലി, നേരത്തെ എന്നുള്ളതിന്റെ, വൈകി എന്നാണ് ലേറ്റ്. ലേറ്റ്ലി പറഞ്ഞാലോ അടുത്തിടെ, അടുത്തിടെ എന്നാണ് ലേറ്റ്ലി. ഇനി സ്റ്റില്ലും യെറ്റും. ഷീ ഈസ് യെറ്റ് സ്ലീപ്പിംഗ് ഇൻ ഹർ റൂം. കറക്റ്റ് ആണോ? അല്ല. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഷീ ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ് ഇൻ ഹർ റൂം. ഇനി ദ ചീഫ് ഗസ്റ്റ് ഹാസ് നോട്ട് അറൈവ്ഡ് സ്റ്റിൽ. ഇത് ഇൻകറക്റ്റാ. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ ചീഫ് ഗസ്റ്റ് ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ്. അപ്പോൾ യെറ്റും സ്റ്റില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോക്കൂ, സ്റ്റില്ല്, still is used to refer to an action which commenced in the past and is still progressing in the present. അതായത് മുൻപ് തുടങ്ങി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനത്തെ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുക? സ്റ്റില്ല്. എക്സാമ്പിൾ നമുക്ക് നേരത്തെ പറഞ്ഞത് വെറുതെ നോക്കാം. ഷീ ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ് ഇൻ ഹർ റൂം. ഇപ്പോഴും അവള് അവളുടെ റൂമിൽ തന്നെ കിടന്നുറങ്ങുന്നു. അപ്പൊ ഇത് അവളുടെ മുൻപത്തെ രീതിയാണ്. മുൻപേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അതാണ് സ്റ്റില്ല്. അവള് പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ എറ്റ് അതല്ല. എറ്റ് എന്താ? എറ്റ് നോക്കൂ, എറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ വിച്ച് ഈസ് എബൌട്ട് ടു ഹാപ്പൻ സൂൺ ബട്ട് ഹാസ് നോട്ട് ഹാപ്പൻ ടിൽ നൗ. എറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അതായത് അധികം വൈകാതെ തുടങ്ങാനിരിക്കുന്ന കാര്യമാണ്. അതായത് ഒരു കാര്യമാണ് എബൌട്ട് ടു ഹാപ്പൺ സൂൺ, പെട്ടെന്ന് അത് തുടങ്ങാൻ പോകുന്നു, എന്നാലോ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. അധികം വൈകാതെ തുടങ്ങാൻ പോവാണ്, തുടങ്ങാൻ നിൽക്കുകയാണ്, പക്ഷെ എന്നാ ഇതുവരെ അങ്ങോട്ട് തുടങ്ങിയിട്ടുമില്ല. ഏതുപോലെ ദ ചീഫ് ഗസ്റ്റ് ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ്. ചീഫ് ഗസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല, എന്നാൽ എത്തേണ്ട സമയമായിരിക്കുന്നു, പക്ഷെ എന്നാൽ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടുമില്ല. ഇനി ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടന്റ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ്, സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.